കഴിഞ്ഞ ദിവസമാണ് കഴക്കൂട്ടം MLA വി മുരളീധരന്റെ ഒരു ചെയ്തി മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായിരിക്കുന്നത്. കുട്ടികളുടെ മുന്നിലേക്ക് ടേബിളിൽ മുട്ടായി ഇട്ട് കൊടുക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ഇതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതിൽ എന്താണ് രോഹിത്തേട്ടന്റെ അഭിപ്രായം? ഈ വീഡിയോ പുറത്തു വന്ന ഉടനെ റഹീമിനെ പോലെയൊക്കെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ, ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് ഇതിനെ എന്തോ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇടതുപക്ഷ പ്രൊഫൈലുകളാണെന്ന് ഞാൻ പറയില്ല. അല്ല, ഞാൻ റഹീമിനെ പോലെയുള്ള പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണ് ഇതിനെ ഇത്രയും വലിയ ഒരു തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് ഇതിനെ കൊണ്ടുപോയത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കുട്ടികൾക്ക് മിഠായി ടേബിളിൽ ഇട്ട് കൊടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ഇട്ട് കൊടുത്തത്. വി മുരളീധരൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സ്കൂളിലെത്തിയപ്പോൾ മിഠായി ഒക്കെ വാങ്ങിക്കൊണ്ടാണ് ഞാൻ ആ സ്കൂളിലേക്ക് പോയത്. ആ സ്കൂളിലെത്തിയപ്പോൾ മന്ത്രി എത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കുട്ടിക്കും മിഠായി എടുത്ത് കൈകളിൽ കൊടുത്താൽ മന്ത്രിയുടെ അടക്കമുള്ള സമയനഷ്ടം ഉണ്ടാകും എന്ന് കരുതിയാണ് ഞാൻ കുട്ടികൾ ആവശ്യത്തിന് ആ മിഠായി എടുത്ത് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഓരോ ടേബിളിലും ഞാൻ ആ മിഠായി കൊണ്ടുവന്ന് ഓരോരുത്തരുടെ മുന്നിലായി ഇട്ട് കൊടുത്തിട്ട് പോയത്. നമുക്ക് ഓർമ്മയുണ്ട്, കോവിഡ് സമയത്ത് കോവിഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സംസ്ഥാന അവാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇട്ട കസേരയിൽ ഇത് മൊമ്മൻ്റെ കൊണ്ട് വെക്കും. ഈ വിജയികൾ അത് പോയി എടുത്തിട്ട് പോകണം. അത്രയും വലിയ തൊട്ടുകൂടായ്മയൊന്നും കോവിഡിൻ്റെ കാലത്തുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം മുഖ്യമന്ത്രിക്ക് കരകളിൽ നിന്ന് കൊടുക്കുന്ന ഈ പ്രശസ്തി പത്രവും ഫലകവും ഏറ്റുവാങ്ങുന്നത് കൊണ്ട് ഈ സിനിമാക്കാർക്ക്, കലാകാരന്മാർക്ക് കൊറോണ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല. ആണെങ്കിൽ വേറൊരു മനുഷ്യൻ തന്നെയാണല്ലോ ഇതെടുത്തിട്ട് ഈ ടേബിളിൽ കൊണ്ടുവെക്കുന്നത്. ആ ടേബിളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഫലകം സ്വീകരിക്കുന്ന ആൾക്ക് അതിലൂടെ കൊറോണ അല്ലെങ്കിൽ ഈ രോഗാണുക്കൾ പിടിപെടാനുള്ള സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും മുഖ്യമന്ത്രി അവിടെ നിൽക്കുന്നു, ആളുകൾ വരുന്നു, തൊഴുന്നു, മുന്നിൽ വെച്ചിരിക്കുന്ന ഈ പ്രശസ്തി പത്രവും ഫലകവും എടുത്തുകൊണ്ട് പോകണം. ആ ദൃശ്യങ്ങളോളം മ്ലേച്ഛമൊന്നും ആയിരുന്നില്ല ഇന്നലെ ഈ പറയപ്പെടുന്ന ട്രൈബൽ സ്കൂളുമായി ബന്ധപ്പെട്ട ഈ വിവാദം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയാണ് വി മുരളീധരൻ്റെ പ്രശ്നമെങ്കിൽ വി മുരളീധരൻ ആ സ്കൂൾ തിരഞ്ഞെടുക്കണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കേവലം MLA മാത്രമാണ്, മന്ത്രിയൊന്നുമല്ലല്ലോ. ഒരു സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഏത് സ്കൂൾ വേണമെങ്കിലും അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ സഭകൾ നടത്തുന്ന സ്കൂളുകളുണ്ടാകാം, ആശ്രമങ്ങൾ നടത്തുന്ന സ്കൂളുകളുണ്ടാകാം, അത്തരത്തിലുള്ള സ്കൂളുകൾ മറ്റു പലതുമുണ്ട്. പക്ഷേ അദ്ദേഹം വിദ്യാലയങ്ങൾ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ട്രൈബൽ വിദ്യാലയം കൂടി അദ്ദേഹം വിസിറ്റ് ചെയ്തു. അവിടെയൊക്കെ പോകുമ്പോൾ വെറും കൈകളോട് കൂടിയൊന്നും അല്ല പോയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ മറ്റ് ഫോട്ടോകളും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം കുട്ടികളുമായി അടുത്തിടപഴകി സംസാരിക്കുന്നതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പടങ്ങൾ പിന്നീട് BJP സൈബർ ഇടങ്ങൾ പുറത്തു വിടുന്നുണ്ട്. വിവാദങ്ങളൊക്കെ ആവാം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചത്, ഇനി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പറയപ്പെടുന്ന തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നുവെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. അതിന് അദ്ദേഹം തന്നെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണം വിശ്വസനീയമായ ഒരു വിശദീകരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു BJP കാരനോ BJP അക്കൗണ്ടുകളിൽ പോയി അയാളെ ന്യായീകരിക്കേണ്ട ആവശ്യമോ ഒന്നും എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഈ പറയപ്പെടുന്ന പിന്നോക്ക വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള മന്ത്രി തുളസി ടീച്ചർ നിൽക്കുന്നുണ്ട്. ഇന്ന് ഇതേ ഇടത് സൈബർ ഇടങ്ങൾ തുളസി ടീച്ചറിനെതിരെ സൈബർ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. വി മുരളീധരൻ ഈ മിഠായി ടേബിൾ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് മിണ്ടാതെ നിന്നു തുളസി ടീച്ചർ എന്നുള്ളതാണ്. അതിനർത്ഥം തന്നെ അതിലൊരു അസ്വാഭാവികത ആ സമയത്ത് തോന്നിയിരുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും. വി മുരളീധരൻ വളരെ ചിരിച്ചുകൊണ്ട് സന്തുഷ്ടനായി തന്നെയാണ് ഈ മിഠായി കുട്ടികൾക്ക് മുന്നിൽ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഒരു മിഠായി കൊടുക്കുന്നതിനും അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ഒരുപാട് മിഠായി എടുത്ത് കഴിക്കാം, സമയം ലാഭിക്കാം, ആവശ്യത്തിന് എടുക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ചെയ്തത് എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇതിൽ എൻ്റെ അഭിപ്രായം ഓപ്പോസിറ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഇരുന്ന് ചർച്ച എടുക്കുന്നതിനിടയിലാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. ഞാൻ ചേട്ടനോട് ഇയാൾ എന്ത് ചിന്തിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കുന്ന, ചേട്ടൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രതികരണം അതായിരിക്കും. മനസ്സിൽ എന്ത് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഇപ്പോൾ എന്ത് തിരക്കിന്റെ പേരിലാണെങ്കിലും അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി മുട്ടായി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം കൊണ്ടുവന്നത് സ്വർണ്ണക്കരണ്ടി ആണെങ്കിൽ പോലും മുന്നിൽ ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല. ഇപ്പൊ ഈ പറഞ്ഞല്ലോ റഹീം അടക്കമുള്ള ഇടത് സൈബർ ഇടങ്ങളാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്, അതിനോടും എനിക്ക് യോജിപ്പില്ല.
പല രാഷ്ട്രീയ അഭിപ്രായമുള്ള പലരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സോഷ്യലി ഉള്ള ഒരു റെസ്പോൺസ് ആയിട്ട് മാത്രമേ ഞാൻ അതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയല്ല, പക്ഷെ അദ്ദേഹം ചെയ്ത ജസ്റ്ററിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നാണ് മേഘ വിലയിരുത്തുന്നതിന്? അദ്ദേഹത്തിന് ഉള്ളിലുള്ള ഒരു തോട്ട് ഉണ്ടാവുമല്ലോ, ഇത് കുട്ടികളാണ്, അവരെ ഇങ്ങനെ ഡീൽ ചെയ്താൽ മതി, എന്ത് തരത്തിലാണെങ്കിലും അവർ ഏത് രീതിയിലുള്ളതാണെങ്കിലും ഉള്ളിലുണ്ടാവുന്ന ഒരു ബോധം ഉണ്ടാവുമല്ലോ, ഒരു സവർണ ബോധം എന്ന് ഞാൻ പറയും. ജാതീയ വേർതിരിവ് അദ്ദേഹം നമ്പൂതിരിയാണെന്നോ നായരാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. സവർണ മനോഭാവം എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഇപ്പോൾ എൻ്റെ പിറന്നാളാണ്. എൻ്റെ പിറന്നാളിന് ഞാൻ നിങ്ങളെല്ലാവരും ഒരു ടേബിളിൽ ഇരിക്കുകയാണ്, ഓഫീസിൽ എല്ലാവരും ടേബിളിൽ ഇരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് മുട്ടായി കൊടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓടി വന്ന് രോഹിത്തേട്ടന്റെ, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ MD ആണ്, രോഹിത്തേട്ടന്റെ മുന്നിൽ രോഹിത്തേട്ടന് ഇഷ്ടമുള്ള അത്രയും മുട്ടായി എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കവർ മുട്ടായി മുഴുവൻ തട്ടിയിട്ട് ഞാൻ പോയാൽ എങ്ങനെയായിരിക്കും രോഹിത്തേട്ടന്റെ മനസ്സിൽ തോന്നുക? അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ അതിന്റെ എന്തുകൊണ്ടാണ് അതിനുള്ള സാഹചര്യം എന്ന് ചിന്തിക്കും, എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തതെന്ന് ചിന്തിക്കും. എന്നിട്ട് ആ സാഹചര്യം അനുസരിച്ചായിരിക്കും. ഓക്കെ, ആ കുട്ടിയുടെ സാഹചര്യം കാരണം ഒരിക്കലും അല്ല. ഇത് കുട്ടികളായതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ആ കുട്ടികൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം. പിന്നെ ഈ പറയുന്നത് പോലെ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ട്രൈബൽ സ്കൂൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, ഈ പറഞ്ഞ മറ്റേ സാമുദായിക സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾ സെലക്ട് ചെയ്യാമായിരുന്നല്ലോ. ഈ പറഞ്ഞ സവർണ മനോഭാവം ഉള്ളവർക്കെല്ലാം ഒരു ഗ്രേഡ് ഉണ്ട്, ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ട്രൈബൽ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്റെ സ്വീകാര്യത വർദ്ധിക്കുമെന്നുള്ള ഒരു തോട്ട് അവിടെ വരുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു ബോർഡർ വരച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും ഇല്ലാന്ന് പറയാൻ കഴിയില്ല ചേട്ടാ. ഇപ്പൊ പങ്കെടുത്ത ഒരേ സ്കൂളിലെ പരിപാടിയിൽ മാത്രമല്ല മേഘ, അല്ല, പല സ്കൂളുകളിൽ പങ്കെടുത്തു. എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ടേബിളിൽ മുട്ടായിട്ട് പോവുകയായിരുന്നു. അതറിയില്ല. ആണെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ ജാതീയമായ ഫാക്ടർ മാറ്റി നിർത്തട്ടെ. LKGയിലോ 1ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് ഇപ്പോൾ മോദിയും മന്ത്രിമാരും ഇരിക്കുന്ന ഒരു ടേബിളിലേക്ക് അദ്ദേഹം ഇങ്ങനെ എത്ര തിരക്കിന്റെ പേരിലാണെങ്കിലും ഇട്ടിട്ട് പോകുമോ? ഇല്ല. അപ്പോൾ എന്താ, കുട്ടികൾ കുറഞ്ഞവരാണെന്ന് ചിന്തിച്ചോ? കൊച്ചു കുട്ടികളാണെന്ന് വിചാരിച്ചോ? ചേട്ടാ മറ്റേ ലെയിം ആയിട്ടുള്ള എക്സ്ക്യൂസസ് അല്ല ഞാൻ പറയുന്നത്. ഈ കുട്ടികൾ ചെറുതാണ്, അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ മതി എന്ന് അദ്ദേഹം ചിന്തിച്ചോ? ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, MDയുടെ മുന്നിലേക്ക് ഞാൻ മുട്ടായി വലിച്ചെറിയില്ല, അതെന്റെ മനോഭാവമാണ്. പക്ഷെ ഇവിടുത്തെ അസിസ്റ്റന്റ് ക്യാമറാമാന് മുന്നിലേക്ക് ഞാനത് ചെയ്യാൻ പാടില്ല. അവിടെയാണ് ഒരു നല്ലൊരു പേഴ്സൺ എന്നുള്ളൊരു ക്വാളിറ്റി വരുന്നത്. തിരിച്ചു നോക്കട്ടെ, ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹത്തിന്റെ 1-2 റീലുകൾ വൈറലാവുന്നുണ്ട്. ഒരു കുട്ടി തലയിൽ ഒരു തലപ്പാവുമായി കുറെ അധികം കുട്ടികൾ, ഒരു കുട്ടിയെ മാത്രം വിളിച്ചിട്ട് ഈ തലപ്പാവ് റെഡിയാക്കി കൊടുക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള കുട്ടികൾക്ക് അത് കണ്ട് വിഷമമായി കാണില്ലേ? മുഖ്യമന്ത്രി അങ്കിൾ ആ കുട്ടിക്ക് മാത്രം തലപ്പാവ് റെഡിയാക്കി കൊടുത്തു, ഞങ്ങൾക്ക് ആർക്കും തലപ്പാവ് റെഡിയാക്കി തന്നില്ല. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കുട്ടി എടുത്ത് മടിയിൽ വെക്കുന്നുണ്ട്, മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിൽ വിഷമം ഉണ്ടായി കാണില്ലേ? അതോ ആ കുട്ടിയെ മാത്രം VD സതീശൻ എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജോട് കൂടി ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ കഴിയുക? ഈ നിങ്ങൾ ഈ പറയപ്പെടുന്ന മോദിയുടെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ബോസിന്റെ അടുത്ത് പോകുന്നു, അങ്ങനെയൊന്നും. ഇത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. എന്റെ മുന്നിലേക്കാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ മുന്നിലേക്കാണ് അത് ചെയ്തിരുന്നെങ്കിലും ചേട്ടൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പിന്നെ ഒരിക്കൽ V മുരളീധരനെ കാണാൻ താങ്കൾ ആഗ്രഹിക്കുകയില്ല. ഞാൻ പറയുന്നത് ഒരു പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ആദ്യ കാഴ്ചയിൽ അത് എനിക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്? അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഉണ്ടായത് എന്ന് കൃത്യമായ ഒരു വിശദീകരണ കുറിപ്പ് ഇറങ്ങും. ദാറ്റ് വാസ് സോ റൂഡ്, ഭയങ്കര റൂഡായിരുന്നു. അങ്ങനെ ചെയ്യാൻ കുട്ടികൾക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ എന്റെ മൂക്ക് കഴിഞ്ഞപ്പോ എന്റെ സ്വാതന്ത്ര്യം കഴിഞ്ഞു, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സ്വാതന്ത്ര്യം അവിടെ കഴിഞ്ഞു. അപ്പുറത്തെ ഒരാളിലേക്ക് അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ ടേക്ക്. അദ്ദേഹം എന്ത് തരം വിശദീകരണം അതിന് കൊടുത്താലും അതിനപ്പുറത്തേക്കൊരു വിശദീകരണം കാണാൻ എനിക്ക് കഴിയുന്നില്ല. കുട്ടികൾക്ക് ഈ പറയപ്പെടുന്ന ആ 100 കൂട്ടം ആളുകൾ കൂടി നിൽക്കുന്ന ഇടത്തേക്ക് മധുരപലഹാരങ്ങൾ വലിച്ചെറിയുക, ഗിഫ്റ്റുകൾ വലിച്ചെറിയുക, ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന കാഴ്ചയല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യാൻ കഴിയുക? സെലിബ്രിറ്റികൾ ചെയ്യുമ്പോൾ ചാടി പിടിക്കാൻ ആളുകളുണ്ടല്ലോ, ഇല്ലേ? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ This is entirely different. ഞാൻ പറയുന്നത് ഇതല്ല. ഇതിലൊരു സവർണ മനോഭാവം ഉണ്ടെന്ന് ചിന്തിക്കണമെങ്കിൽ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇവിടെ ജാതി വിവേചനം ഉണ്ടെന്നും എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഈ പറഞ്ഞ ജാതി ചിന്തകൾ ഉണ്ട് എന്ന് അംഗീകരിക്കുകയും വേണം. അപ്പോഴാണ് അതിനുശേഷം ഈ കാണിച്ചതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ജാതി നോക്കി സംവരണം കൊടുക്കുകയും ജാതി നോക്കി സീറ്റ് വിഭജനം നടത്തുകയും ജാതി നോക്കി മന്ത്രിമാരാക്കുകയും ചെയ്യുന്ന ഈ നാട്ടിൽ
ജാതി ചിന്തകൾ മനസ്സിലുണ്ടാവരുതെന്ന് ആർക്കെങ്കിലും ശരിക്കാൻ പറ്റും. ഓക്കെ നമ്മളിപ്പോ വളരെ ബേസിക് ലെവലിലേക്ക് എത്തി. ജാതി വിവേചനമുണ്ട്. റിസർവേഷൻ കൊടുക്കുന്നത് ഈ ജാതി വിവേചനം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈ റിസർവേഷൻ കൊടുത്തത് ഇത്ര വർഷത്തേക്ക് എന്നുള്ള ഒരു നിബന്ധനയുടെ പുറത്തായിരുന്നു. ഇനി ജാതി വിവേചനം ഇല്ലാത്തൊരു കാലം ഉണ്ടാവുമ്പോൾ ഈ റിസർവേഷൻ മാറ്റപ്പെടുമെന്നുള്ള വിചാരത്തിൽ തന്നെയാണ് കൊണ്ടുവന്നത്. ജാതി വിവേചനം മാറിയോ? എന്തുകൊണ്ടാണ് മാറാത്തത്? റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ് ജാതി വിവേചനം ഉള്ളത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? 100% ഒരിക്കലുമല്ല. ഞാൻ 100% വിശ്വസിക്കുന്നു. 150% ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 150% വിശ്വസിക്കുന്നുണ്ട്. 150 ലേലം വിളിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഒരു സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം, ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി, ഉദാഹരണത്തിന് ഇപ്പൊ എന്താ എടുക്കാം, B.Ed പഠിക്കുന്ന ഒരു കുട്ടി, അധ്യാപികയാണല്ലോ, കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആളാണ്, അധ്യാപകനാണല്ലോ. ഈ B.Ed പഠിക്കുന്ന ഒരാൾക്ക് സ്കൂളിൽ ഇപ്പോൾ ജോലിക്ക് കയറണമെങ്കിൽ കേറ്ററ്റ് എന്ന് പറഞ്ഞൊരു എക്സാം എഴുതും, ആണോ? അപ്പോ ജാതീയമായി 10 മാർക്കിന്റെ വ്യത്യാസമുണ്ട് ജനറൽ വിഭാഗത്തിലും SC/ST വിഭാഗങ്ങളും തമ്മിൽ. ഈ 10 മാർക്കിൽ 2-3 മാർക്ക് കുറഞ്ഞു വാങ്ങിയ ഒരാൾ ആ പരീക്ഷയിൽ പാസ്സാവുകയും ഈ 10 മാർക്കിന് അടുത്ത് വാങ്ങിയ ഒരാൾ പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇവര് ഇത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ പഠിപ്പിക്കുന്ന കുട്ടികളെ മുഴുവൻ ഒരുപോലെയല്ലേ പഠിപ്പിക്കുന്നത്? അയാൾ ജാതിയിൽ ഇച്ചിരി താഴ്ന്ന അധ്യാപകനായതുകൊണ്ട് അയാൾ കുറച്ച് പഠിപ്പിച്ചാൽ മതി എന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ അധ്യാപകരുടെ കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ജാതി വിവേചനം എന്താണെന്ന് കൃത്യമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത, ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ജാതി വിവേചനം എന്താണെന്ന് അറിയാത്ത, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത അധ്യാപകരാണ് ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ പറഞ്ഞ റിസർവേഷൻ ജാതിയുടെ പ്രിവിലേജ് കൊണ്ട് കേറ്ററ്റും ജാതിയുടെ പ്രിവിലേജ് ഈ പറയപ്പെടുന്ന സംവരണ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായതുകൊണ്ട് മാത്രം മാർക്ക് കുറഞ്ഞിട്ടും മറ്റുള്ളവരെക്കാൾ മാർക്ക് കുറഞ്ഞിട്ടും അഡ്മിഷൻ നേടി ക്യാമ്പസുകളിൽ പഠിച്ചിട്ട് ഈ പറയപ്പെടുന്ന എക്സാമിനും 10 മാർക്ക് കുറച്ച് മേടിച്ചാലും അവരാ പിന്നെ ടെസ്റ്റും പാസ്സായിട്ട് പഠിപ്പിക്കാൻ വരുന്ന ആളുകളാണ്. ഈ റിസർവേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്കൂളുകളിലും ഒരു ദളിത് അധ്യാപകൻ പോലും ഉണ്ടാവില്ലായിരുന്നു. അവിടെ എല്ലാം അടിച്ചമർത്തപ്പെട്ടു. അതുകൊണ്ടാണ് പഠിച്ചു പാസ്സാവാഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതി ദളിതാണ്, ST ആണ്. ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണ്? അടിപൊളി. എന്താണ് രാഷ്ട്രീയം അതിലെന്തോ രാഷ്ട്രീയമില്ലായിരുന്നു. രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമുവിനെ നിയമിച്ച സമയത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ മല്ലികാർജുൻ ഖാർഗെയെ അധ്യക്ഷനാക്കി നിയമിച്ചത്? എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഈക്വാലിറ്റി നമ്മളും ഈ ദളിതന്മാരെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനറൽ അല്ല, OBC ആണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തതല്ലേ? അല്ലേ? 1, 2, 3 പേര് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 1, 2, 3 പേര് ഇന്ത്യയുടെ 1, 2, 3 പേര് അതിനപ്പുറത്തേക്ക് പോവില്ല. മാത്രമാണ് ദളിതർക്ക് ഇവിടെ പല ജോലികൾ ചെയ്യാൻ പറ്റിയത്. തൂപ്പുകാരുടെ കണക്കെടുക്കാം. 100 തൂപ്പുകാരെ താമസിക്കുന്നത് 20 വർഷം പിന്നോട്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ചേട്ടാ, 100 തൂപ്പുകാരെ എടുക്കാം. അതിൽ എത്ര നായന്മാരുണ്ടാകും? എത്ര പേരുണ്ടാവും? ജസ്റ്റ് ഒന്ന് കണക്കുകൾ ഓക്കെ. ബേസിക് വളരെ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യയുടെ ഒരു ബേസിക് കണക്കെടുക്കാം. ഏറ്റവും കൂടുതൽ സവർണരാണോ അവർണരാണോ ഈ പോപ്പുലേഷനിലെ മേളിൽ നിൽക്കുന്നത്? സവർണരായിരിക്കാം. അല്ല. ഈ പറഞ്ഞ ഇത്രയും പോപ്പുലേഷൻ കൂടുതലുള്ള അവർണർക്ക് ഇത്ര ജോലി, ഒരു 30% ജോലിയെ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പോരായ്മ തന്നെയാണത്. അത് മാറ്റാൻ വേണ്ടിയാണ് റിസർവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ക്വാളിറ്റി ഉള്ളവർ പഠിക്കാൻ കഴിവുള്ളവർ പഠിച്ച് പാസ്സായിട്ട് എക്സാം എഴുതിയെടുക്കുന്ന എക്സാമുകളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ താൽക്കാലിക നിയമനത്തെ കുറിച്ചും പിണറായി നടത്തിയ പിൻവാതിൽ നിയമനത്തെ കുറിച്ചും അല്ല ഞാൻ സംസാരിച്ചത്. എക്സാം എഴുതി പാസ്സാകേണ്ടുന്ന ക്രൈറ്റീരിയ വെച്ചിരിക്കുന്ന എക്സാമുകളിൽ ഈ പറയപ്പെടുന്ന സംവരണം എന്തിന്? എന്റെ ചോദ്യമാണ്. സംവരണം ഉറപ്പായിട്ടും വേണം. ഞാൻ പ്ലസ് 2 പഠിക്കാൻ ഒരു സാഹചര്യം വേണം. എത്ര അവർണ വീടുകളിൽ പഠിക്കാനുള്ള ഈ പറഞ്ഞ ദളിതരുടെ വീട്ടുകളിൽ എത്ര പേർക്ക് സ്കൂളുകളിലും കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനാണോ സംസാരിക്കുന്നത്? ഞാൻ ഇന്ത്യയെ പറ്റിയും കേരളത്തിൽ എന്തോ സാഹചര്യം വ്യത്യാസമാണ്. ജനറൽ വീടുകളില്ലേ? എന്തായാലും പറയുമ്പോ ഈ പോലെ കൈയടിച്ചിട്ട് കാര്യമുണ്ടോ?
കേരളത്തിൽ അങ്ങനെയുള്ള സാഹചര്യമുള്ളത് നായന്മാരുടെ വീടില്ലേ, നമ്പൂതിരിമാരുടെ വീടില്ലേ, ക്രിസ്ത്യാനികളുടെ വീടില്ലേ? പട്ടിണി കിടക്കുന്ന ബ്രാഹ്മണന്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് വളരെ പട്ടിണി കിടക്കുന്ന ബ്രാഹ്മണനല്ല. ഞാൻ പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടിലെ സ്ഥിതി വളരെ മോശമായിരുന്നു. എന്നേക്കാൾ 8 മാർക്ക് കുറഞ്ഞ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ OBC കാരന് സയൻസിൽ അഡ്മിഷൻ കിട്ടുകയും എന്നെ കൊമേഴ്സിലേക്ക് പിന്തള്ളുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ വിഷമിച്ചിട്ടുണ്ട് ആ പ്രായത്തിൽ, എന്റെ കൗമാര കാലഘട്ടത്തിൽ. എന്താ പറ്റില്ലേ? കോളേജിൽ പഠിക്കുന്ന, സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് റിസർവേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് മുകളിൽ ഈ പറഞ്ഞ മാർക്ക് കുറച്ച് വാങ്ങി മേളിൽ പോയ ആരോടും എനിക്ക് ഗ്രഡ്ജ് തോന്നിയിട്ടില്ല. സിസ്റ്റത്തിനോടും എനിക്ക് ഗ്രഡ്ജ് തോന്നിയിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തിനോടോ ഈ പറഞ്ഞ വ്യക്തികളോടോ ഗ്രഡ്ജ് തോന്നിയിട്ടില്ല. കാരണം റിസർവേഷൻ വേണമെന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് ഞാൻ റിസർവേഷൻ വേണ്ടെന്നല്ല ഇവിടെ പറയുന്നത്. ഈ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധി കൊണ്ട് പഠിച്ചെഴുതേണ്ടുന്ന ഒരു എക്സാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിസർവേഷന്റെ ആവശ്യമുണ്ടോ എന്ന് പുനർചിന്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഉറപ്പായിട്ടും വേണം. എന്തിന്? ഈ പറഞ്ഞ ഏതൊക്കെ ലൈനിലോട്ടാ പൊക്കോണ്ടിരുന്നത്? നിങ്ങൾ വേടന്റെ ലൈനിലോട്ടാണ് മേഘ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഠിക്കാൻ ഇച്ചിരി ബുദ്ധി കുറവാണ്, അതുകൊണ്ടാണ് സംവരണം വേടന്റെ ലൈനിലേക്കാണ് മേഘ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടെ സാമ്പത്തിക സംവരണമല്ലേ വേണ്ടത്? ഈ പറഞ്ഞ ജനറൽ കാറ്റഗറിയിൽ മെറിറ്റിൽ കയറി പോകുന്ന എത്ര ദളിതരുണ്ട്? ഇവിടെ സാമ്പത്തിക ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ 60 സീറ്റ് ഈ പറഞ്ഞ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ മെറിറ്റിലാണെന്ന് വിചാരിക്കുക. അതിൽ എത്ര ദളിതർ കയറി പോകുന്നുണ്ട്? ഇതിലൊരു 10 സീറ്റ് ദളിതർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറിക്ക് കൊടുക്കുന്നതിൽ ആർക്കാണ് ഇവിടെ പൊള്ളാൻ? ആർക്കും പൊള്ളാനല്ല, അതിന്റെ പേരിൽ പഠിച്ചവന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവനേക്കാൾ മാർക്ക് വാങ്ങിയവന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ലെറ്റ്സ് കം ടു ദാറ്റ് പോയിന്റ്. റിസർവേഷൻ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലേക്കും അവർണനെന്നോ സവർണനെന്നോ ദളിതനെന്നോ നായരെന്നോ നമ്പൂതിരിയെന്നോ നായാടിയെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ആക്സസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ റിസർവേഷൻ ഇല്ലെങ്കിൽ ഈ കാര്യം പോസിബിൾ അല്ല. ഇത് പോസിബിൾ ആകുന്ന സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണം ഏർപ്പെടുത്തിയാൽ ഈ പ്രശ്നം പോസിബിൾ ആവില്ലേ? അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായി പറയട്ടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന SC വിഭാഗത്തിലും ST വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും OBC വിഭാഗത്തിലും പെട്ട മുഴുവൻ ആളുകൾക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സംവരണം കൊടുക്കട്ടെ. എന്താ പറ്റില്ലേ? സാമ്പത്തിക സംവരണം ആൻഡ് ജാതി ബേസ് ചെയ്തിട്ടുള്ള സംവരണം രണ്ടും രണ്ട് തട്ടിലിരിക്കുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക സംവരണം വരട്ടെ, അത് ഈ പറഞ്ഞ സവർണരിൽ പൈസ കുറഞ്ഞ ആൾക്കാർക്ക് ഒരു സംവരണം എന്ന നിലയിലേക്കല്ല. സവർണർ അവർണർ എന്ന് പറയുന്ന ഈ പദപ്രയോഗം അവസാനിപ്പിച്ചാൽ തന്നെ ഇവിടുത്തെ പകുതി ജാതി സിസ്റ്റം മാറിക്കിട്ടും. ഇല്ല, കിട്ടും. മാറില്ല. ആര് പറഞ്ഞു? അറിയാമോ? അച്ഛനപ്പൂപ്പന്റെ കാലം തൊട്ട് ഈ സിസ്റ്റം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ്. ഒന്ന് മാറ്റി നോക്കട്ടെ, ഇവിടുത്തെ ഇത് മാറും. പണ്ട് റിസർവേഷൻ ഇല്ലാത്ത കാലത്ത് അത് മാറിയിട്ടുണ്ടോ? അത് ഏത് കാലഘട്ടം? ആ കാലഘട്ടത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. തങ്ങളുടെ മനസ്സിൽ ഈ റിസർവേഷൻ ഇല്ലെങ്കിൽ മനുഷ്യര് ജാതി ബേസ് ചെയ്ത് ആരെയും ചിന്തിക്കില്ല എന്നാണോ ചേട്ടൻ? ചിന്തിക്കില്ല. എന്തിനാണ് ചിന്തിക്കേണ്ട സാഹചര്യം എന്താണ്? ഒരു ജാതി വ്യവസ്ഥയെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ ജാതീയമായ ഒന്നും ചിന്തിക്കാത്ത ഒരാൾ, ഒരു മോഡേൺ ലൈഫിൽ ഇന്നത്തെ ജൻസി കുട്ടികൾക്കിടയിൽ ജാതീയമായ പ്രശ്നങ്ങൾ അധികം ഇല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നതെന്ന് വെക്കുക. ഈ കുട്ടി ഒരു ഇക്വാലിറ്റി എക്സാം എഴുതാൻ പോകുന്നു. ഒരു +2 പരീക്ഷയിൽ അദ്ദേഹം അവരുടെ കൂട്ടുകാരോടൊപ്പം +2 പരീക്ഷ എഴുതി. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 അപേക്ഷിച്ചു. അവിടെ ചിലപ്പോൾ ആ കുട്ടിക്ക് മാർക്ക് 340 ആണ് എന്ന് വെക്കും. ഓക്കെ, ആ കുട്ടിയേക്കാൾ 20 മാർക്ക് കുറഞ്ഞ ഒരു കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ ആ കുട്ടി ചിന്തിക്കും, എനിക്ക് 340, അവനും 320, പിന്നെ എങ്ങനെയാണ് അവൻ അഡ്മിഷൻ കിട്ടിയത്? അപ്പോൾ പറയും, ജാതീയമായി അവൻ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് അവന് സംവരണം ലഭിച്ചതാണ് എന്ന് പറയും. സ്വാഭാവികമായും മറ്റേ കുട്ടിയുടെ മനസ്സ് നോവത്തില്ലയോ? എനിക്ക് നൊന്നിട്ടില്ല. ഞാൻ പറയാം, ഞാൻ CBSE ഇത് വിശാല മനസ്കതയുടെ അല്ല, ഈ സോഷ്യൽ സ്റ്റാറ്റസ്, ഈ പറഞ്ഞ ഈ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റി കുട്ടികൾക്ക് അറിയാനുള്ള ബോധവും വിജ്ഞാനവും അറിവും ഉണ്ടെങ്കിൽ ആ മനുഷ്യന് ഇത് വരില്ല. ബേസിക് ആയിട്ട് ഞാൻ പറയാം, ഞാനൊരു CBSE സ്കൂളിലാണ് പഠിച്ചത്. 12ാം ക്ലാസ് വരെ എന്റെ ഒരു സർട്ടിഫിക്കറ്റിലും എനിക്ക് ജാതി ഇല്ലായിരുന്നു. എന്റെ ജാതി ഏതാണെന്ന് എന്റെ വീട്ടുകാർ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ബസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടി പറഞ്ഞിട്ട് എന്റെ ജാതി ഏതാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ജാതിയുടെ പ്രശ്നം. KV-യിൽ ജാതി കൊടുക്കണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. അതിനുശേഷം എനിക്ക് അറിയേണ്ടി വന്നിട്ടുണ്ട്, അതെന്താ അന്ന് ഈ കുട്ടിക്ക് റിസർവേഷൻ എന്താണെന്ന് അറിയുമായിരുന്നോ? ഞാൻ പഠിച്ച സ്കൂളിൽ റിസർവേഷൻ, എന്റെ പപ്പ പട്ടാളക്കാരനായതുകൊണ്ടാണ് എനിക്ക് അവിടെ ഒരു കുട്ടിയുടെയും ജാതി കോളത്തിൽ ജാതി ചേർക്കുന്നതെന്ന് പറയണം. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ സ്കൂളിൽ ജാതി ചേർത്തിട്ടില്ല, അവിടെ ആരും ജാതി സംസാരിച്ചിട്ടില്ല. ഇന്നും എന്റെ കൂടെ നടക്കുന്ന വ്യക്തികളുടെ ജാതി എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ നടന്നിട്ടില്ല. പക്ഷെ കൂടെയുള്ള കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്, അവരുടെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പുറത്തു വരുന്നത്. ഇതൊന്നും മാറുന്ന കാര്യങ്ങളല്ല. മാറാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ ഹിന്ദു, നായർ,
ക്രിസ്ത്യൻ OBC, മുസ്ലിം OBC, ഈ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ അവസാനിപ്പിക്കണം. മതവും ജാതി എഴുതരുത്, മതവും ജാതി എഴുതരുത്. അവരെ മനുഷ്യനായിട്ട് സ്കൂളിൽ ചേർക്കണം. വിദ്യാഭ്യാസപരമായ ഒരു കാര്യങ്ങൾക്ക് സമ്പന്നം ഉണ്ടാവരുത്. പഠിക്കുന്നത് മാത്രമായിരിക്കണം മെറിറ്റ്, കഴിവ് മാത്രമായിരിക്കണം മെറിറ്റ്. എന്താ പറ്റില്ലേ? എന്നാൽ ഈ പറഞ്ഞ ജാതിപരമായിട്ടുള്ള എല്ലാ വിവേചനങ്ങളും മാറണം. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ പോലും അവൻ ആ ജാതിയാണ്, അവൻ ആ കുണം കാണിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് റിസർവേഷന്റെ ബേസിസിലാണ്. റിസർവേഷന്റെ ബേസിസിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും പറയേണ്ടത്. ഇപ്പൊ ജാതി എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ. ജീവിതാനുഭവമല്ല, പണ്ട് ചൊട്ടയിലെ ശീലം ചൊടകരെ അപ്പനും അമ്മയും പഠിപ്പിച്ചു കൊടുത്ത എന്താണോ അതിലേക്ക് തന്നെ ഇത് വരും. അത് ശരിയാ. മേഘയുടെ ഒക്കെ വീട്ടിൽ അപ്പനും അമ്മയ്ക്കൊന്നും ജാതീയമായ വേർതിരിവുകളില്ലല്ലോ. വീടെവിടാ? തിരുവനന്തപുരത്ത് ഏത് മണ്ഡലത്തിലാ? അരുവിക്കരല്ലേ? നാടാമാർക്ക് മാത്രമല്ലേ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കത്തുള്ളൂ. ഒരു ജാതീയമായ ചിന്തയും ഇല്ലാത്ത മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞതാണ് ജാതീയമായ ചിന്തകൾ ഇല്ലാത്തവരെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. താൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും 12ാം ക്ലാസ് വരെ എനിക്ക് ജാതീയമായ ഇതിനെ കുറിച്ച് പറഞ്ഞു തരാത്തത് കൊണ്ട് എനിക്ക് ആ ചിന്തകൾ ഉണ്ടായില്ല. 12ാം ക്ലാസ്സിന് ശേഷം പറഞ്ഞു കേട്ടോ. മനസ്സിലായിട്ടുണ്ടായില്ല. എന്റെ അപ്പൂപ്പന്റെ പേര് രാഘവൻ നായർ എന്നായിരുന്നു. അദ്ദേഹം എന്റെ അച്ഛന്റെ പേരിട്ടത് ശശിധരൻ നായർ എന്നാണ് ഒഫീഷ്യലി. എനിക്ക് അദ്ദേഹം പേരിട്ടപ്പോ രോഹിത് ദസ് എന്നേ ചേർത്തുള്ളൂ. അച്ഛനെ പറഞ്ഞ ജാതി വേദന ഒന്നുമില്ല, മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നായർ മാടമ്പത്തര ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എന്റെ അച്ഛൻ അങ്ങനത്തെ ആളായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ എന്റെ പേരിനൊപ്പം ചേർന്നത്. പക്ഷെ എനിക്ക് കുഞ്ഞുനാൾ പോലെ അച്ഛന്റെ പേര് ശശിധരൻ നായർ എന്നായതുകൊണ്ട് ഞങ്ങൾ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്റെ സമുദായം ഏതാണെന്ന് ചോദിച്ചാൽ നായർ സമുദായം. ഇത് എവിടെയാണ് ചോദിക്കുന്നത്? ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്നിനും രണ്ടിലും എന്തെങ്കിലുമൊക്കെ അപേക്ഷ വില്ല കൊണ്ടുവരും. ഹിന്ദു, നായർ, ജാതി എഴുതി വെക്കാൻ സ്കൂൾ തലം തൊട്ടേ കോളോട്ടേക്കാണ്. അത് ഇവിടെ നമ്മൾ വി മുരളീധരനെ പറ്റിയാണ് സംസാരിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കണ്ട ദൃശ്യങ്ങളിലെങ്ങും വി മുരളീധരനൊരു ഒരു ജാതി വിവേചനം ഉണ്ടെന്നോ ആ ഒരു ചിന്ത അദ്ദേഹം അവിടുത്തെ ഒരു സാഹചര്യം നമ്മൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആ നിലവിലത്തെ സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യത്തിൽ അദ്ദേഹം പെരുമാറിയിട്ട് പോയി. ഇനി അദ്ദേഹം അതിനെക്കുറിച്ചൊരു വിശദീകരണക്കുറിപ്പ് ഇറക്കാതെ ക്ഷീരദിനാശംസകൾ പറഞ്ഞു പോവുകയായിരുന്നെങ്കിൽ ബിന്ദു കൃഷ്ണനോട് ചോദിച്ചല്ലോ വെള്ളാപ്പള്ളിയുടെ കാണാൻ പക്ഷേ ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞു പോയതുപോലെ അദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനകത്തൊരു ചിന്ത ഉണ്ടാകുമായിരുന്നു. ഇത് വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പറഞ്ഞതുപോലെ ഒരു സംഭവവികാസം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പറഞ്ഞ രണ്ട് വിഷയങ്ങളിലും പ്രശ്നമുണ്ടെന്നുള്ളതാണ് എന്റെ ടേക്ക്. പക്ഷെ നമ്മളിത് കോൺവെർസേഷൻ ഇങ്ങനെ നീണ്ടു പോകും. ആയിക്കോളൂ. ദാമോദര മേനോന്റെ മകന് അച്ഛന്റെ പേര് പറയുമ്പോൾ ദാമോദരൻ എന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേര് അങ്ങനെയാണ്. ഓക്കെ